ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് FCRA അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ചാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് FCRA? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അഥവാ വിദേശ ഫണ്ട് വിനിയോഗ നിയന്ത്രണ ബിൽ എന്നാണ് നമുക്ക് മലയാളത്തിൽ പറയാൻ കഴിയുക. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്ക് ഫണ്ട് സ്വീകരിക്കുന്ന വ്യക്തികൾ, സ്ഥാപനങ്ങൾ, NGOകൾ, സംഘടനകൾ, ഇവരുടെ ഫണ്ട് വിനിയോഗവും അവർ നടത്തുന്ന സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ബില്ലായിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പല സംഘടനകളും, പ്രത്യേകിച്ച് ക്രിസ്തീയ സഭാ സംഘടനകളെല്ലാം വളരെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചേർന്നുകൊണ്ട് ഈ ബില്ലിനെ എതിർക്കാനായിട്ടാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നത്. ബില്ലിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗവൺമെന്റിനെ എതിർക്കുക എന്നുള്ളതല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾ ഗവൺമെന്റിനെ ഈ ബില്ലിനകത്ത് ഇന്ന അപകടങ്ങളുണ്ട്, അതിന്റെ ഫലമായിട്ട് ആ ബില്ല് തൽക്കാലം കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെച്ചതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ വോട്ട് BJP ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. BJPയോട് ചാരി നിൽക്കുന്ന പല സംഘടനകളുമുണ്ട്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ആ ബില്ല് മേശപ്പുറത്ത് തന്നെ ഇരിക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് അത് പൊടി തട്ടിയെടുക്കും. നമുക്കറിയാം, കേന്ദ്രം ഭരിക്കുന്നത് സംഘപരിവാർ ഗവൺമെൻറ്റാണ്. അവർ ലക്ഷ്യം വയ്ക്കുന്നത് ആദ്യമായി മുസ്ലിം സംഘടനകളെയും മുസ്ലിങ്ങളെയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മൾ പല ബില്ലുകളും പല നിയമങ്ങളും കരിനിയമങ്ങളും കൊണ്ടുവന്നത് വഴി നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ ഭാഗമാണ് പൗരത്വ ബില്ല്, NRC പോലുള്ള കരിനിയമങ്ങൾ, അതുപോലെ മുത്തലാഖ് ബില്ല്, അതുപോലെ ഈ കഴിഞ്ഞ വർഷം വന്ന വഖഫ് അമെൻമെൻറ്റ് ആക്ട്. വഖഫ് ബില്ല് വന്നപ്പോഴൊക്കെ ഈ ക്രിസ്തീയ സഭകളും സംഘടനകളുമെല്ലാം അത് ഗവൺമെൻറ്റിനോട് ചാരി നിന്നുകൊണ്ട് അത് ആവശ്യമാണെന്നും വഖഫ് സ്വത്തുകൾ കണ്ടുകെട്ടേണ്ടത് ആവശ്യമാണെന്നൊക്കെയുള്ള രീതിയിൽ പ്രസ്താവനകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഇടുകയുണ്ടായി. അന്നത് വളരെയധികം മുസ്ലിം സമുദായത്തെ വേദനിപ്പിച്ചു. എങ്കിലും അന്ന് മുസ്ലിം സമുദായ സംഘടനകളും നേതാക്കന്മാരും ഒരു വാക്ക് പറഞ്ഞിരുന്നു: ഇന്ന് ഞാൻ നാളെ നീ. അതായത് ഇന്ന് മുസ്ലിങ്ങളുടെ വാതിൽക്കലാണ് മുട്ടുന്നത് എങ്കിൽ നാളെ ക്രിസ്ത്യാനിയുടെയും പിന്നീട് ദളിതിൻ്റെയും പിന്നോക്ക വിഭാജനങ്ങളുടെയും വാതിലുകളിൽ ഇവർ വന്ന് മുട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന്. അത് ഒരു വർഷം തികഞ്ഞില്ല, അതിനു മുമ്പ് വാതിലിൽ മുട്ടിക്കഴിഞ്ഞു. ശരിക്കും ഇത് ക്രിസ്തീയ സഭകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ബില്ല് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ട് കൈപ്പറ്റുന്നത് ക്രിസ്തീയ സഭകളും സംഘടനകളുമാണ്. മുസ്ലിം സംഘടനകളോ സ്ഥാപനങ്ങളോ നാമമാത്രമായ എന്തെങ്കിലും ഫണ്ടുകൾ കൈപ്പറ്റുന്നുണ്ടാകാം എന്നത് ശരി തന്നെയാണ്. എങ്കിൽ പോലും അത് വലുതായിട്ട് ഇവരെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയ സഭകൾ ഇപ്പോൾ തന്നെ പ്രതിഷേധവുമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പല സഭകളും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമായതുകൊണ്ട് രാഷ്ട്രീയ സംഘടനകൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരുടെ പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി എന്ന് പറയുന്നു. അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്ക സംഘടനകളും പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ നിയമം ഇന്നുള്ളതല്ല. 1976 അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്നൊരു ആക്റ്റാണ്. പിന്നീടത് 2010-ലും 2020-ലും ഈ ആക്ട് ഭേദഗതി ചെയ്യുകയുണ്ടായി. പക്ഷേ അന്നൊന്നും ഇങ്ങനെയുള്ള വിവാദങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്ന് ഈ നിയമം വളരെ കർക്കശമായി ദുരുദ്ദേശത്തോടു കൂടി അവതരിപ്പിച്ചപ്പോഴാണ് ഇന്ന് സംഘടനകൾ പ്രതിഷേധങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് ഈ ആക്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? വിവാദമായ ചില 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒന്നാമതായി, FCRA ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ FCRA ഫണ്ട് കൈപ്പറ്റുന്ന മുഴുവൻ സ്ഥാപനങ്ങളും, വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന മുഴുവൻ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളും NGOകളും അവരുടെ മുഴുവൻ അക്കൗണ്ടുകളും ഡൽഹിയിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ചിലേക്ക് മാറ്റണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.
രണ്ടാമതായും അതിലും ഏറെ വിവാദമായ മറ്റൊരു പോയിന്റാണ് ഏറെ വിവാദമായിരിക്കുന്നത്. ഈ FCRA ലൈസൻസ് 5 വർഷത്തേക്കാണ് സർക്കാർ അനുവദിക്കുന്നത്. ഈ 5 വർഷം കൂടുമ്പോൾ ഈ FCRA ലൈസൻസ് പുതുക്കാൻ വൈകുകയോ അല്ലെങ്കിൽ പുതുക്കാതിരിക്കുകയോ എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പുതുക്കാൻ കാലതാമസം വരികയോ ചെയ്താൽ ഓട്ടോമാറ്റിക്കായി ഈ ലൈസൻസ് ക്യാൻസൽ ആവുന്നതാണെന്നും, അങ്ങനെ ക്യാൻസലായാൽ ഗവൺമെൻറ് നിയോഗിക്കുന്ന ഒരു മോണിറ്ററിംഗ് അതോറിറ്റിക്ക് ഈ സംഘടനയുടെ വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതോ അല്ലെങ്കിൽ ഭാഗികമായി വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആയ മുഴുവൻ സ്ഥാപനങ്ങളും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഓരോ സംഘടനകൾ നടത്തുന്ന സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, അതുപോലെ പള്ളികൾ, ഇതെല്ലാം പിടിച്ചെടുക്കാൻ ഗവൺമെൻറ്റിന് അധികാരം നൽകുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ എന്തെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുവാനും, അങ്ങനെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ഥാപനങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഈ മോണിറ്ററിംഗ് അതോറിറ്റിയുടെ കസ്റ്റഡിയിലേക്ക് വരികയും അവർക്കത് വിറ്റഴിച്ച് ആ ഫണ്ട് മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് ചേർക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിലെ വലിയ ഒരു ന്യൂനതയായിട്ട് എല്ലാ സംഘടനകളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടുത്തെ എല്ലാ സഭകളും ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, മുമ്പ് പൗരത്വ ബില്ല് വന്നപ്പോൾ മാറി നിന്നതുപോലെ, അതുപോലെ തന്നെ വഖഫ് ഭേദഗതി അമെൻമെൻറ്റ് ആക്ട് വന്നപ്പോൾ സർക്കാരിനോടൊത്ത് നിന്ന് അത് നടത്തിക്കോട്ടെ, മുസ്ലിങ്ങളുടെ തോളിലേക്ക് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെയല്ല, ഇതെല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരും. ഇന്ന് മുസ്ലിങ്ങളെ ആണെങ്കിൽ നാളെ ക്രിസ്ത്യാനികളെ, നാളെ കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരെ, അത് കഴിഞ്ഞ് പിന്നോക്ക ജനവിഭാഗങ്ങളെ, അങ്ങനെ എല്ലാവരെയും സർക്കാർ ലക്ഷ്യം വെക്കുന്നുണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് സംഘപരിവാർ ഗവൺമെൻറ് ആണെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത്. കേവലം സഭകളുടെയോ അല്ലെങ്കിൽ സഭാ മേധാവികളുടെയോ എന്തെങ്കിലും നേടാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘപരിവാറുമായി സന്ധി ചെയ്തു എന്നതുകൊണ്ട് ക്രിസ്തീയ സമൂഹം ഇത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തീയ സമൂഹം BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ എല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണ്. ഇന്ത്യ ഭരിക്കുന്നത് സംഘപരിവാർ എന്ന ഫാസിസ്റ്റ് ഭരണകൂടമാണ്. ഏത് കരിനിയമവും അടിച്ചേൽപ്പിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും അതുപോലെ മതത്തിൻ്റെയും പേരിൽ മനുഷ്യരെ അടിച്ചു കൊല്ലുന്ന വിഭാഗത്തിന് ഒരിക്കലും ഒരു ആക്ട് കൊണ്ടുവരാൻ ഒരു മടിയും ഉണ്ടാവുകയില്ല എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത്, എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നല്ലത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നമസ്കാരം.